Amen.
പിറ്റേന്ന് പൗലോസും ഞങ്ങളും യാക്കോബിന്റെ അടുക്കൽ പോയി. മൂപ്പന്മാരും എല്ലാവരും അവിടെ വന്നുകൂടി. അവൻ അവരെ വന്ദനം ചെയ്ത് തന്റെ ശുശ്രൂഷകൾ ദൈവം ജാതികളുടെ ഇടയിൽ ചെയ്യിപ്പിച്ച ഓരോന്നായി വിവരിച്ചു പറഞ്ഞു. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവനോട് പറഞ്ഞു, സഹോദര, യഹൂദന്മാരുടെ വിശ്വസിച്ചിരിക്കുന്നവർ അത്ര 1000 ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ കൽപ്പനന്മാരാകുന്നു. മക്കളെ പരിശോധന ചെയ്യരുതെന്നും നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ സകല യഹൂദന്മാരോട് പറഞ്ഞു. മോശയെ ഉപേക്ഷിക്കണമെന്ന് ഉപദേശിക്കുന്നുവെന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. ആകയാൽ എന്താകുന്നു വേണ്ടത്? നീ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം. ഞങ്ങൾ നിന്നോട് ഈ പറയുന്നത് ചെയ്യുക. നേർച്ചയുള്ള 4 പുരുഷന്മാർ തങ്ങളുടെ ഇടയിലുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് അവരോടുകൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ നല്ല ശൗര്യം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് ചെയ്യുക. എന്നാൽ നിന്നെ കൊണ്ട് കേട്ടത് ഉള്ളതല്ല എന്നും നീയും ന്യായപ്രമാണത്തെ ആചരിച്ച് ക്രമമായി നടക്കുന്നവരെന്നും എല്ലാവരും അറിയും. വിശ്വസിച്ചിരിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ അവർ വിഗ്രഹാർപ്പിതരും രക്തവും ശ്വാസവും മുട്ടിച്ചെത്തതും പരസ്യവും മാത്രം ഒഴിഞ്ഞിരിക്കണമെന്നും എഴുതി അയച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ പൗലോസ് ആ പുരുഷന്മാരെ കൂട്ടിക്കൊണ്ട് പിറ്റേന്നാൾ അവരോടുകൂടെ തന്നെ ശുദ്ധി വരുത്തി ദേവാലയത്തിൽ ചെന്നു. അവർ ഓരോരുത്തരു വേണ്ടി വഴിപാട് വെക്കാനുള്ള ശുദ്ധീകരണ കാലം തികഞ്ഞുവെന്നും ബോധിപ്പിച്ചു. പ്രസംഗത്തിന്റെ പോഷകത്തെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് രഹസ്യം, ജാതികൾക്ക് പോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ പോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുകയും ലോകവിപ്ലവ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരുമേറെയില്ല. ജ്ഞാനികളെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിൽ പോഷിതമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ രക്ഷിപ്പാൻ ദൈവം ലോകത്തിലെ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനോ നിർകൃഷ്ടവുമായതോ ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജനവും പ്രശംസിക്കാതിരിക്കേണ്ടത് തന്നെ. ദൈവത്തിന്റെ ജീവനുള്ള അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ
ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസിന് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ളവനോ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട്, ഗുരു, ഞാനുമായി അവകാശം ഭാവിക്കുവാൻ നിന്റെ സഹോദരനോട് പറയണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യാവിനെ നിങ്ങൾക്ക് ന്യായാധിപതിയായും സ്വത്ത് ഭാഗം ചെയ്യുന്നവനായും നിയമിച്ചതാരെന്ന് ചോദിച്ചു. അനന്തരം അവന്റെ ശിഷ്യന്മാരോട്, സകല ത്യാഗങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, എന്തെന്നാൽ സമ്പൽ സമൃദ്ധിയിലല്ല ജീവനിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവനോട് ഒരു ഉപമ പറഞ്ഞു. ധനവാനായ ഒരുവന് സ്വന്തം നിലത്ത് നിന്ന് വലിയ ആദായമുണ്ടായി. അപ്പോൾ അവനിങ്ങനെ ഉള്ളിൽ വിചാരിക്കുകയും പറയുകയും ചെയ്തു, എന്റെ വരുമാനം സൂക്ഷിക്കുവാൻ എനിക്ക് സ്ഥലമില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യേണ്ടു? ഇങ്ങനെയാവാം, എന്റെ കളപ്പുറം കുറച്ച് വലുതാക്കി ധാന്യവും ആദായങ്ങളുമെല്ലാം സാധനങ്ങളും ശേഖരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നോട് തന്നെ പറയും, അനേകം വിശിഷ്ട സാധനങ്ങൾ നിനക്കുണ്ട്, അത് അനേക വർഷങ്ങളിലേക്ക് സംഭരിക്കപ്പെട്ടിരിക്കുന്നു. നീ ആശ്വസിക്കുക, ഭക്ഷിക്കുക, കുടിക്കുക, ആനന്ദിക്കുക. ദൈവം അവനോട്, ബുദ്ധിഹീനായി രാത്രിയിൽ നിന്റെ ജീവനെ നിന്നോട് ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വെച്ചതോ ആർക്കുള്ളതായി തീരുമെന്ന് ചോദിച്ചു. ദൈവിക കാര്യങ്ങളിൽ സമ്പന്നനാകാതെ തനിക്കായി സംഭരിക്കുന്നവൻ ഇതുപോലെയാകുന്നു എന്നതാണ് നമ്മുടെ കർത്താവ് കൽപ്പിച്ചത് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ ഞങ്ങളെ സൃഷ്ടിച്ച ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തന്റെ വിലയേറിയ രക്തത്താൽ പാപത്തിന്റെ അടിമത്തലത്തിൽ ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനുമായ കർത്താവേ, നിനക്ക് സ്തുതി. നിനക്ക് ദൈവികമായി സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെ, പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെ, ദിവ്യവും സ്വർഗീയവുമായ വിശ്വാസങ്ങളുടെ മുമ്പാകെ, ഭയങ്കരമായ കുർബാനയുടെ മുമ്പാകെ ബഹുമാനപ്പെട്ട പട്ടക്കാരാൽ മുദ്രയ്ക്കും വയ്ക്കപ്പെടുന്നു.
കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വമായ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദൈവത്തോട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികൾക്കും കരുണയും കൃപയുമാകുന്ന പരിമഞ്ഞ തളിക്കണമേ. കർത്താവ് മഹത്വത്തിന്റെ നാഥനുമായ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചനമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപവടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം എടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്തിന്റെ പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി നിനക്ക് സ്തുതി. ഭൂമിയിലെ നിവാസസ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ പ്രോപേന്മാരുടെയും പാടുന്നവരായ ശ്രോപ്പേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർത്തുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാഗ്നിമയമായ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവയിലെ ആളുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചെറിയമാറാകണമേ. കടക്കാരുടെ കടച്ചീട് നീ കീറിക്കളയണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്നതിന് മുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് അതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനുസ്മരണവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആയിരിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനായ പുത്രൻ ജീവനുള്ളവനും
ഗുരുക്കന്മാരുടെ പേരിലും പരിശുദ്ധന്മാരുടെ പേരിലും വിശുദ്ധ സഭയുടെ പ്രതലമാകുന്ന വിശ്വാസികളായ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട പണ്ടക്കാരന്റെ പ്രാർത്ഥനയെ സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകോദരം
Gracias.
സമയത്ത് നാം എല്ലാവരുടെയും മനസ്സിലും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മിശിഹ തമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ യെരൂശലേമിൽ പേരിടപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും മാലാഖമാരും പ്രധാന മാലാഖമാരും ശ്രീശാനോസന്മാരും ചുൽത്തോരന്മാരും മൗത്തുബന്മാരും മോണോസന്മാരും ഹൈനന്മാരും അനേക കണ്ണുകളുള്ള ക്രോബന്മാരും കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞെന്ന് കാണിഷ്മാണവരായ ആരാധനയുള്ള ശ്രോപ്യന്മാരുമായ ശരീരികളും അശരീരികളുമായ സ്വർഗസേനകൾ മഹത്വപ്പെടുത്തുന്നവരെ നമുക്ക് മഹത്വപ്പെടുത്താം. വംശവിശുദ്ധോയേ മോറേ. ആമില്ലാത്തവനായ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാട്ടി ശുദ്ധീകരിച്ചു. സ്നേഹന്മാർക്ക് നൽകിയവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നത് അരുളി ചെയ്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ ശ്രീമാൻ നൽകിയവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുകയും ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും ചൊല്ലപ്പെടുകയും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന രക്തമാകുന്നത് അരുളി ചെയ്തു. ഈ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും സ്മരിച്ചുകൊള്ളുമെന്ന് നാം കൽപ്പിച്ചു. അതാമോ ദോസേനോ കർത്താവേ, നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള പുനരുദ്ധാനത്തെയും നിന്റെ സ്വർഗ്ഗാരോഹണത്തെയും പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ ന്യായീകരിച്ച പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം വ്യക്താപിതമല്ലാതെ കടക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസരണമായി ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാരണി യോജ്യമായ നിന്റെ ദാസനായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാ നിന്റെ ദിനവും നിന്റെ അവകാശവുമായി ഞങ്ങൾ നിന്നോടും നീ
മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനാകണമേ. ഓശോ ഇന്ന് വെള്ളിയാഴ്ചക്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്നു 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേശിരിക്കുന്ന ശുദ്ധിവാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ പോരുന്ന നമ്മുടെ മാതൃകീസ്മാരായ ആബുൽമാർ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബുൽമാർ ബസേലിയോസിനു വേണ്ടിയും ആബുൽമാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടകാരന്മാർ ദിയസ്ത്രോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ദുഷ്ടമനുഷ്യരുടെ എല്ലാ എതിർപ്പുകളിൽ നിന്നും പിശാചുപ്രവർത്തനങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നു തീരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ കൽപ്പനകളെ ആചരിക്കുന്നതിനാൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകോപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും മന്ദിരം ജീവനായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതുമായ നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. ഓശോ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നെ ആശ്രയിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടി
ഈ നാഴികയിലും ഈ സമയത്ത് നിങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരമായ ലഭ്യകരമായ ഞങ്ങളോട് കൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സൗഭാഗ്യങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളും എല്ലാവർക്കും അന്യോന്യമായിട്ടും അവർ സുഹൃതമായ ജീവനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. രക്ഷയുടെ ആനന്ദമോർത്ത് നീ പ്രതിഫലമായി നൽകണമേ. നിന്റെ സഹായത്തിന് അവരെ യോഗ്യരാക്കണമേ. നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തുകയും നിന്റെ ബലത്താൽ അവരെ ആയുധമണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്നിലും ജീവദായകനും സാരാംശപരിതനുള്ളതായിരിക്കുന്നതിനുമായി നിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ഇപ്പോഴും എപ്പോഴും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭൂമിയിലെ സർവവംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ ദിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്നേഹന്മാരെയും ഏവൻഗേലിസ്തന്മാരെയും സഹദേന്മാരെയും മൗര്യാന്മാരെയും ഭാഗ്യവാനും തന്നെ യജമാനും മുന്നോട്ടക്കാരനുമായ മാർയോഹാനും മാർദ്ദാനായും ശമ്മാശന്മാരിൽ പ്രധാനിയും സഹദേന്മാരിൽ മുൻപനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതമുള്ളവർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ കാവൽപിതാവായ മാർ തോമസിനെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സ്വർഗത്തിൽ പേരിടപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങൾ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ വഴിയിൽ ഞങ്ങളോടുകൂടി അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണവും അരിഷ്ടരാജങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായ നിദ്ര പ്രാപിച്ചവർക്ക് ആശ്വാസവും നൽകണമേ. ആയുധത്തിന്റെയും സർവ്വത്തിനും ഉത്തമനും പരിശുദ്ധനും മന്ദിരം ജീവദായകനും സർവ്വത്തിനോടൊന്നായിരിക്കുന്നവൻ പരിശുദ്ധവുമായുടെയും കൃപയാലും കരുണയാലും സാധിക്കണമേ. ഓശോ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പോട്ട് നേതൃത്വം പ്രാപിച്ച് ശ്രമിക്കുന്നവരെയും പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ ദിവസങ്ങളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമേസും ദേവദാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബർസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും ദൈമോന്യോസും ഫീലക്സിനാസും അന്തിമാസും യാവാനീസും
വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗൗരവമായ പ്രസിദ്ധനായ മർക്കോറിയോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ളതായും തോണും നൽകാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്ഥലവും മറിയാം ദൈവമാതാവുന്ന സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാവായ യാക്കോബ് മഹാപ്രേമം യാക്കോബും സഹാകുമാരമാരായും വൃദ്ധന്മാരിൽ തലവനായ മാർഗസവുമായും മാർശമോന്നസ്ലിയും തെരഞ്ഞെടുക്കപ്പെടുന്ന മഹായും യത്തോമാർ ബസേലിയോസും മലങ്കരയിലെ പരിശുദ്ധന്മാരായ ഗ്രിഗോറിയോസും തിമനാസോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതുമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടി ഇവരുടെ ശേഷമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ജാതിയുടെയും രാജാക്കന്മാരുടെയും സ്വയംഭക്തരുടെ മുമ്പാകെ നിന്റെ പരിശുദ്ധനാമമായ ജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളെ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അരട്ടുന്ന വേദവിധികളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധം നൽകുന്നവരുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും മന്ദിരം ജീവദായകനും സാരാംശത്തിനുള്ളതായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴും നീക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധമൻപഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും മരുമകളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വകരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോ എന്നൊട്ടസിച്ച് പറയണം. സകലയാത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസത്തോടെ പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർക്കണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്നവരെ രക്ഷിക്കണമേ. നിന്റെ മുഖപ്രകാശം പരിരസിക്കുന്നിടത്തവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകളെ മായ്ച്ചു കളയണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീക്കരുതേ. ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം ചേർത്തവരാരുമില്ലല്ലോ. അവൻ മൂലമുള്ളവരുടെയും പാപമോചനം പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനെ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളുടെ
പരിപാലകനും ജീവദായകനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതിനുമായ നിന്റെ റൂഹായോട് കൂടെ സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കളുമായി ധാരാളമായി അനുഗ്രഹം നാം കരുണയും നാം യാചിച്ചു, വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു.
സകലത്തിനുടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തന്റെ വിശുദ്ധവുമായ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിന്റെ തൃക്കരങ്ങളിൽ നമ്മുടെ ജീവനെ വരവേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യണം. യുദ്ധങ്ങൾക്ക് ഒതുക്കവും മനുഷ്യർക്ക് ആശ്വാസം ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം നൽകണമേ. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ ആയിരങ്ങളുടെയും പതിനായിരങ്ങളും നിന്നെ പോഴുന്നു. സൗരഭ്യവാസനയായി നിലർപ്പിക്കുന്ന കാഴ്ചകളും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജത്തോടും കൂടി സ്വർഗസ്ഥനായ നാമം ദൈവമേ നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മതയെ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇപ്പോഴും എപ്പോഴും സമർപ്പിക്കുവാനാകണമേ. ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മശിഹാനവരാന്റെ ജീവൻ നൽകുന്ന രഹസ്യങ്ങൾ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും പരിശുദ്ധനും ജീവദായകനും സാരാംശത്തിനോടൊന്നായിരിക്കുന്നതിനും ഇപ്പോഴും എപ്പോഴും സ്തോത്രം സമർപ്പിക്കുവാനാകണമേ. ഭയത്തോടും പറയോടും
പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ സ്ഥലത്തെ പൂർണ്ണമാകുന്ന ജീവനുള്ള പരിശുദ്ധനായ നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം മാതൃമുതലേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Hare
അഭിനന്ദ ഫിലിപ്പോസ് മാർ തിരുമനസിന്റെയും അതുപോലെ തന്നെ തിരുമനസിന്റെയും ഓർമ്മയായിരുന്നല്ലോ. പ്രത്യേകമായിട്ട് ആ പിതാക്കന്മാരെ നമുക്ക് ഓർക്കാം. ചാത്തുന്നേറിയതിനാചാര്യന്മാരും മഹിമയനിർണയവാന്മാരും ിക്തമുഖം തിരപ്പിക്കല്ലേ സത്താവീതിൻ മൂലം
പാവങ്ങൾ ക്ഷയിച്ചു പോവുകയും എന്തിനുള്ള ആസായാകുന്ന പാനീയത്താൽ ഞങ്ങളൊരു വികാരം ശ്രമിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ പ്രാവും ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും എന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആമീൻ. Yeah.
നിന്റെ പരിശുദ്ധ തിരുവിഷ്ട
ജീവനുണ്ടാക്കുന്ന രക്തം ഞങ്ങളെ കുടിപ്പിക്കുകയും ചെയ്ത ഞങ്ങളുടെ ദൈവമായ മസിഹാതമ്പുരാനേ, നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തുകയും നിന്നോടുള്ള ഭക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും നിന്റെ വിശ്വാസത്തിൽ ഞങ്ങളെ പ്രതിഷ്ഠിക്കുകയും കുറ്റമില്ലാത്ത നടപടികളോ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ മരിച്ചുപോയവരെയും പാപങ്ങൾ മോചിക്കണമേ. ഞങ്ങൾ നിത്യമാകുകയും നിന്റെ ജനകനാം പിതാവോ ദൈവത്തെയും നിന്റെ വിശുദ്ധ റൂഹായെയും സ്തുതിക്കുമാറാകണമേ. ആമീൻ. വീണ്ടും പട്ടക്കാരൻ മാണിക്യങ്ങൾ വിതറിയിടുന്നു. അമലമതാം രൂപത്തിൻ കലശ
വീണ്ടും
സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോയി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും